അമേരിക്കയിലെ നോർത്ത് കരോലിനയിലെ സബ്വേ ട്രെയിനിൽ വെച്ച് യുവതിയെ കുത്തിക്കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. യുക്രൈൻ സ്വദേശി ഐറീന സഡൂട്സ്കിയാണ് യാതൊരു പ്രകോപനവും ഇല്ലാതെ അക്രമത്തിന് ഇരയായത്. ആ വാർത്തയിലേക്ക്. ഓഗസ്റ്റ് 22-നാണ് അമേരിക്കയിലെ നോർത്ത് കരോലൈനയിൽ വെച്ച് യുക്രൈൻ സ്വദേശിനിയായ ഐറീന ആക്രമണത്തിന് ഇരയാകുന്നത്. ട്രെയിനിൽ കയറി 5 മിനിറ്റിനുള്ളിൽ ഐറീനയുടെ പിന്നിലുണ്ടായിരുന്ന ഡെക്കാർലോസ് ബ്രൗൺ ജൂനിയർ എന്ന വ്യക്തി യാതൊരു പ്രകോപനവുമില്ലാതെയാണ് കത്തികൊണ്ട് പലതവണ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ഇരുവരും തമ്മിൽ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഡെക്കാർലോസ് ഇതിനു മുമ്പ് മോഷണക്കേസിൽ അറസ്റ്റിലായിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഐറീനയെ കുത്തിയതിന് പിന്നാലെ യാതൊരു ഭയവും പ്രകടിപ്പിക്കാതെ പ്രതി അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി. ഇതിനു മുമ്പായി ധരിച്ചിരുന്ന ഹൂഡി ഊരി കയ്യിൽ പിടിക്കുകയും ചെയ്തിരുന്നു. സ്റ്റേഷനിൽ വെച്ച് തന്നെ ഡെക്കാർലോസിനെ പോലീസ് പിടികൂടിയിരുന്നു. യുക്രൈനു നേരെ റഷ്യ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഐറീന അമേരിക്കയിലേക്ക് എത്തിയത്. 2023-ലായിരുന്നു ഇത്. 2023 മുതൽ ഐറീന അമേരിക്കയിലാണ് താമസിച്ചിരുന്നത്. ഐറീനയുടെ കൊലപാതകത്തോടെ ട്രെയിനിനുള്ളിലെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി. അതോടൊപ്പം ആഫ്രോ അമേരിക്കൻ വംശജർക്ക് നേരെയുള്ള വംശീയ ആക്രമണവും ശക്തമായിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.